ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സൺഷൈൻ പോളിക്ലിനിക്, ആനവിഴുങ്ങി സെന്റർ, വലപ്പാട്. നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചന്ദ്രാപ്പനി ചാമക്കാല ബീച്ചിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് തൊഴിലാളി മരിച്ചു. തീരം തേടിയ സ്വപ്നങ്ങൾക്ക് ഒടുവിൽ സാക്ഷാത്കാരം. പുനർഗേഹം പദ്ധതിയിലൂടെ 53 വീടുകൾ പൂർത്തിയായി. ശ്രീനാരായണപുരം പഞ്ചായത്ത് തീരദേശത്ത് നടപ്പിലാക്കുന്ന പരിസ്ഥിതി സൗഹൃദ തീരസംരക്ഷണ പദ്ധതി സംസ്ഥാന സർക്കാർ മോഡൽ പദ്ധതിയായി പ്രഖ്യാപിക്കുമെന്നും സംസ്ഥാനത്താകെ നടപ്പാക്കുന്നതിനായി സർക്കാർ സാമ്പത്തിക സഹായം അനുവദിക്കുമെന്നും ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. വിശദമായ വാർത്തകളിലേക്ക്. ചന്ദ്രാപ്പനി ചാമക്കാല ബീച്ചിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് തൊഴിലാളി മരിച്ചു. ചാമക്കാല രാജീവ് റോഡ് സ്വദേശി കൊച്ചിക്കാട്ട് കുമാരൻ മകൻ പത്മനാഭനാണ് മരിച്ചത്. 56 വയസ്സായിരുന്നു. ഉച്ചയ്ക്ക് 11:30യോടെയായിരുന്നു അപകടം. 5 തൊഴിലാളികളുമായി രാവിലെ മത്സ്യബന്ധനത്തിനിറങ്ങിയ കോവിൽ തെക്കേവളപ്പിൽ ശിവദാസന്റെ ഉടമസ്ഥതയിലുള്ള കൃഷ്ണദീപം ഫൈബർ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരവെ കരയിൽ നിന്ന് 100 മീറ്റർ അകലെ വെച്ച് ശക്തമായ തിരമാലയിൽപ്പെട്ട് മറിയുകയായിരുന്നു. ഉടൻ തന്നെ മറ്റു മത്സ്യത്തൊഴിലാളികൾ ചേർന്ന് അപകടത്തിൽപ്പെട്ടവരെ കരക്കെത്തിച്ചു. പരിക്കേറ്റ പത്മനാഭനെ ആശുപത്രിയിലെത്തിച്ചുവെങ്കിലും 2 മണിയോടെ മരണപ്പെടുകയായിരുന്നു. പത്മനാഭനെ കൂടാതെ വേണു കൊച്ചിക്കാട്ട്, ബിബിദാസ് കോവിൽ തെക്കേവളപ്പിൽ, ശിവദാസ് കോവിൽ തെക്കേവളപ്പിൽ, അഭിലാഷ് അറക്കപ്പറമ്പിൽ എന്നിവരാണ് വള്ളത്തിലുണ്ടായിരുന്നത്. ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വഞ്ചി തള്ളി മീനായിട്ട് വരുമ്പോൾ അടുക്കാൻ വരുന്ന സമയമാണ്. ആ സമയത്ത് തിരമാലകൾ വന്ന് ഇത് വഞ്ചി ചെരിഞ്ഞ് അങ്ങനെ മറിഞ്ഞ് 5 ആളും അടിപ്പെട്ട്. അതിൽ നിന്ന് ഇവിടെ 10-40 മത്സ്യത്തൊഴിലാളികളുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി കമ്പയും കയറൊക്കെ ആയിട്ട് ചാടി ആൾക്കാരൊക്കെ എടുത്ത് കരക്ക് കൊണ്ടുവന്ന് ഈ മരിച്ചുപോയ ആൾ കയറ്റി നമ്മൾ വെച്ചപ്പോൾ നമുക്ക് വലിയൊരു ഇത് തോന്നില്ല. പക്ഷേ ആൾ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആംബുലൻസ് വിളിച്ച് ആസ്പത്രിയിലേക്ക് എത്തിച്ച്. പിന്നെ ഇവിടെയുള്ള മുതൽ വെച്ചാൽ വലകളൊക്കെ നശിച്ചു പോയി. വഞ്ചിക്ക് മാത്രം ചെറിയ കേടുപാട് മാത്രം പറ്റി. ഇഞ്ചിനും കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അതാണ് ഇവിടുന്ന് സമയം. ഏതാണ്ട് ഒരു 11:30 ആയിട്ടുണ്ട് ഈ സമയം നടന്നപ്പോൾ. നഷ്ടപ്പെട്ടു പോയ ഇപ്പോൾ മരിച്ചതെന്ന് പറഞ്ഞ ആൾ പത്മനാഭൻ കൊച്ചിക്കാട്ടാണ്. പിന്നെ ഒരു വ്യക്തി എന്ന് വെച്ചാൽ വേണു കൊച്ചിക്കാട്ട്, പിന്നെ ബിബിദാസ് കോവിൽത്തക്കളപ്പ്, ശിവദാസ് കോവിൽത്തക്കളപ്പ്, അഭിലാഷ് അറക്കപ്പറമ്പിൽ. ഇങ്ങനെ 5 വ്യക്തികളായിരുന്നു വഞ്ചിമുണ്ടായിരുന്നത്. വഞ്ചി ഇത് ഈ കോവിൽത്തക്കളപ്പിൽ കുമാരൻ്റെ വഞ്ചി. കഴിഞ്ഞ അതേപോലെ 2 ആഴ്ച മുന്നേ അവരെ വഞ്ചി ഇതേപോലെ വഞ്ചി നഷ്ടപ്പെട്ടു പോയി. അത് കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു പോയി. അന്ന് ആൾക്കാർക്ക് അപകടമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് മുതൽ പോയുള്ളൂ. ജനങ്ങൾക്ക് ആൾക്കാർക്ക് ഒന്നും പറ്റിയില്ല. അങ്ങനെ ഒരു സംഭവം ഇവിടെ അവരെ നിന്ന് തന്നെ പറ്റിയിട്ടുണ്ട്. വള്ളത്തിലെ വലയ്ക്കും എഞ്ചിനും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഒരാഴ്ച മുമ്പ് ഇവരുടെ തന്നെ മറ്റൊരു വള്ളം തിരമാലയിടിച്ച് തകർന്നിരുന്നു. കയ്പമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തീരം തേടിയ സ്വപ്നങ്ങൾക്ക് ഒടുവിൽ സാക്ഷാത്കാരം. പുനർഗേഹം പദ്ധതിയിലൂടെ 53 വീടുകൾ പൂർത്തിയായി. കേരളത്തിന്റെ സൈന്യത്തിന് നൽകിയ വാക്കുപാലിച്ച് സംസ്ഥാന സർക്കാർ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി പുനർഗേഹം പദ്ധതിയിലൂടെ 53 വീടുകളുടെ താക്കോൽക്കൂട്ടമാണ് ജില്ലയിൽ കൈമാറിയത്. തീരദേശവാസികളുടെ സാമൂഹിക ജീവിതത്തിന് ഉറപ്പു നൽകി അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് സന്തുഷ്ടമായ തീരദേശം സൃഷ്ടിക്കുക എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന വേളയിൽ പറഞ്ഞു. 898 ഭവന സമുച്ചയങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. ഇതിനായി ഏകദേശം 90 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. 89 കോടി 80 ലക്ഷം രൂപ, അതാണ് കൃത്യമായി പറഞ്ഞത്. ഗുണഭോക്താക്കൾക്ക് സ്വന്തം നിലയിൽ ഭൂമി കണ്ടെത്താൻ കഴിയാത്ത പ്രദേശങ്ങളിൽ ജനപ്രതിനിധികളുടെ സഹകരണത്തോടെ ഭൂമി കണ്ടെത്തി കെട്ടിട സമുച്ചയം നിർമ്മിക്കാനാണ് ആലോചിച്ചിട്ടുള്ളത്. ഭൂമി രജിസ്ട്രേഷൻ ആവശ്യമായ തുക ഗുണഭോക്താവ് മുൻകൂറായി കണ്ടെത്തേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. ഇത് ഒഴിവാക്കുന്ന കാര്യവും സർക്കാരിന്റെ പരിഗണനയിലാണ്. സംസ്ഥാനത്ത് പുനർഗേഹം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 308 വീടുകളുടെയും 303 ഫ്ളാറ്റുകളുടെയും ഗൃഹപ്രവേശനവും താക്കോൽ ഏൽപ്പിക്കലുമാണ് നടന്നത്. എറിയാട് BR അംബേദ്കർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ജില്ലാതല പരിപാടി റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. തീരദേശത്തെ മനുഷ്യർക്ക്
പ്രത്യേകമായിട്ടുള്ള സകല സംവിധാനങ്ങളും കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പദ്ധതിയാണ് 100 ദിവസങ്ങൾക്കിടയിൽ കേരളത്തിലെ ഗവൺമെന്റ് രൂപവത്കരിച്ചത്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ തുടർച്ചയാണ് ഈ ഗവൺമെന്റെങ്കിലും ഇടക്കാലത്ത് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റുകൾ നമ്മുടെ തീരദേശ മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകാൻ കഴിയുന്ന വിധത്തിലുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചത്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയും ഞാനും ചേർന്ന് നമ്മുടെ റവന്യൂ, സഹകരണ, മത്സ്യബന്ധന വകുപ്പുകളുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചെയ്യുകയാണ്. അതിനകത്ത് ഉയർന്നു വന്നിരുന്ന ഒരാശങ്ക, മറ്റു സ്ഥലത്തേക്ക് ഭവനങ്ങൾ വെച്ചു പോകുമ്പോൾ നിലവിൽ കെട്ടിടം പണിയാൻ കഴിയുന്നതല്ലെങ്കിൽ അവശേഷിക്കുന്ന ആ ഭൂമി അത് ബന്ധപ്പെട്ട തീരദേശ നിവാസികളുടെ തന്നെ കൈകളിൽ നിലനിർത്താൻ കഴിയുമോ എന്നൊരു പ്രശ്നം ഉന്നയിക്കപ്പെട്ടിരുന്നു. കേരളത്തിന്റെ സ്വന്തം മത്സ്യത്തൊഴിലാളി സൈന്യത്തിന് യാതൊരു വിധത്തിലുമുള്ള അപകടം സംഭവിക്കാൻ സംസ്ഥാന സർക്കാർ അനുവദിക്കില്ലെന്നും അവരുടെ ക്ഷേമം ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഭൂരഹിതരായ ജനങ്ങൾക്ക് ഭൂമി നൽകുക എന്ന സാക്ഷാത്കാരമാണ് സംസ്ഥാന സർക്കാർ വിവിധ പദ്ധതികളിലൂടെ നടപ്പിലാക്കി വരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കയ്പമംഗലം മണ്ഡലത്തിലെ 43 വീടുകളുടെ താക്കോൽദാനം ടി ടൈസൺ MLA നിർവഹിച്ചു. പ്രദേശവാസികൾക്ക് ആ 1 സെന്റ് സ്ഥലത്തിന് 2 ലക്ഷം രൂപ തരുന്നത് എത്ര വ്യത്യാസമൊന്നും ആലോചിച്ച് നോക്കി. ഒരു വിഭാഗത്തിൽ ഏറ്റവും താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് തന്നെ സാമ്പത്തികമായി പിന്നോക്കം ഉള്ള ആളുകൾക്ക് തന്നെ 75,000 രൂപ കിട്ടുന്ന അതേ സമയത്ത് തീരദേശവാസികൾക്ക് കിട്ടുന്ന സംഖ്യ 2 ലക്ഷമാണ്. പരിഗണനയല്ലേ? ആലോചിക്കണം, ഗൗരവപ്പെട്ട ആലോചന നടത്തും. ഞാനത് പറഞ്ഞു പോകണം എന്ന് കരുതി തന്നെ പറയുന്നതാണ്. അത് മാത്രമല്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പ്ലാൻ അനുസരിച്ച് ഈ പദ്ധതി നടപ്പാക്കാൻ പോവുകയാണ്. രണ്ടാമത്, ഇപ്പോ തൊട്ട് കഴിഞ്ഞ ഒരു 3-4 ദിവസങ്ങൾക്ക് മുമ്പ് ഗവൺമെന്റ് വീണ്ടും ഇതിന്റെ സ്പീഡ് വർദ്ധിപ്പിക്കാൻ, ആക്കം കൂട്ടാൻ, വേഗത വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിച്ചപ്പോൾ 2 കാര്യത്തിൽ കൂടെ തീരുമാനമെടുക്കുകയാണ്. ഒന്ന്, ഭൂമി രജിസ്റ്റർ ചെയ്യുന്ന സമയത്തുള്ള പണം നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു സ്ഥിതി വരുന്നുണ്ട്. അതിന് എങ്ങനെ പരിഹരിക്കാൻ കഴിയും? അപ്പോ അഡ്വാൻസ് ആയി നമ്മൾ സംഖ്യ ഒന്നും എടുക്കേണ്ട, സംഖ്യ അവസാന ഗഡു 10 ലക്ഷത്തിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള പണം ഇതിൽ കണ്ടെത്താൻ കഴിയുമോ? അത് ആലോചിക്കുകയാണ്. മണലൂർ നിയോജക മണ്ഡലത്തിലെ 5 വീടുകളുടെ താക്കോൽദാനം വാടാനപ്പള്ളി പഞ്ചായത്ത് ഹാളിൽ മുരളി പെരുന്നെല്ലി MLAയും, ഗുരുവായൂർ മണ്ഡലത്തിലെ വീടുകളുടെ താക്കോൽദാനം ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് ഹാളിൽ NK അക്ബർ MLAയും നിർവഹിച്ചു. വേലിയേറ്റ രേഖയിൽ നിന്നും 50 മീറ്ററിനുള്ളിൽ മത്സ്യത്തൊഴിലാളികളെ മാറ്റിപ്പാർപ്പിക്കുന്ന സ്വപ്ന പദ്ധതി സംസ്ഥാനത്ത് ആദ്യം നടപ്പിലാക്കിയത് തൃശൂർ ജില്ലയിലാണ്. സംസ്ഥാനത്തെ 18,685 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ തീരത്തുനിന്ന് മാറ്റിപ്പാർപ്പിക്കുന്ന പുനർഗേഹം പദ്ധതിയുടെ ആദ്യഘട്ടം ജില്ലയിലെ കയ്പമംഗലം മണ്ഡലത്തിലാണ് തുടക്കം കുറിച്ചത്. തീരദേശ പ്രശ്നങ്ങൾ ഏറ്റവും രൂക്ഷമായ കയ്പമംഗലം മണ്ഡലത്തിൽ തന്നെ പുനർഗേഹം പദ്ധതി നടപ്പാക്കണമെന്ന ടി ടൈസൺ MLAയുടെ ആവശ്യപ്രകാരമാണ് പദ്ധതി കയ്പമംഗലം മണ്ഡലത്തിൽ ആദ്യം നടപ്പിലാക്കപ്പെട്ടത്. അഴീക്കോട്, എറിയാട്, എടവിലങ്ങ്, പടിഞ്ഞാറെ വെമ്പല്ലൂർ, കൂളിമുട്ടം, പെരിഞ്ഞനം, കയ്പമംഗലം, ചന്ദ്രാപ്പിനി, ചപ്പള്ളിപ്പുരം, തളിക്കുളം, വാടാനപ്പള്ളി, ഏങ്ങണ്ടിയൂർ, കടപ്പുറം, ബ്ലാങ്ങാട്, മന്ദലാംകുന്ന് എന്നീ വില്ലേജുകളിലായി 939 ഗുണഭോക്താക്കളാണുള്ളത്. ഇതിൽ 670 ഗുണഭോക്താക്കൾക്ക് അനുമതി ലഭിച്ചു. 435 പേർ താമസം മാറാൻ തയ്യാറായി. മണലൂർ നിയോജക മണ്ഡലത്തിൽ പദ്ധതി പ്രകാരം മാറി താമസിക്കാൻ തയ്യാറായിട്ടുള്ള 39 ഗുണഭോക്താക്കളിൽ 18 പേരുടെ ഭൂമി വില നിശ്ചയിക്കുകയും രജിസ്ട്രേഷൻ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ പദ്ധതി പ്രകാരം മാറി താമസിക്കാൻ തയ്യാറായിട്ടുള്ള 80 പേരിൽ 24 ഗുണഭോക്താക്കളുടെ ഭൂവില നിശ്ചയിക്കുകയും ഭൂരജിസ്ട്രേഷൻ പൂർത്തീകരിക്കുകയും ചെയ്തു. 2450 കോടിയുടെ പദ്ധതി 3 ഘട്ടമായി 2022 പൂർത്തിയാക്കാനാണ് ഫിഷറീസ് വകുപ്പ് ലക്ഷ്യമിടുന്നത്. 1398 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 1052 കോടി ഫിഷറീസ് വകുപ്പിന്റെ ബജറ്റ് വിഹിതത്തിൽ നിന്നുമാണ് വകയിരുത്തിയിരിക്കുന്നത്. 10 ലക്ഷം രൂപ വീതമാണ് ഓരോ കുടുംബങ്ങൾക്കും ഇതിനായി നൽകുന്നത്. ഇതിൽ സ്ഥലം വാങ്ങി ബാക്കി മുഴുവൻ പണവും വീട് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കാമെന്ന പുതിയ നിയമം കൂടി ഉൾപ്പെടുത്തിയതോടെ 10 ലക്ഷം രൂപയും ഗുണഭോക്താവിന് ലഭിക്കും എന്നതാണ് മറ്റൊരു പ്രയോജനം. 12 വർഷത്തേക്ക് കൈമാറാൻ പാടില്ലെന്ന വ്യവസ്ഥയോടെയാണ് സ്ഥലം കണ്ടെത്തി വീട് നിർമ്മിക്കാൻ ഓരോ കുടുംബത്തിനും 10 ലക്ഷം രൂപ വീതം നൽകുക. 12 വർഷത്തിനു ശേഷം കൈമാറിയാൽ അവരെ സർക്കാരിന്റെ മറ്റു ഭവന പദ്ധതികൾക്ക് പരിഗണിക്കില്ല. ഗുണഭോക്താക്കളായ ശേഷം മാറി താമസിക്കാൻ വിസമ്മതിച്ചാൽ പിന്നീട് കടൽക്ഷോഭം മൂലം വീടിനോ സ്ഥലത്തിനോ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് സർക്കാർ സഹായം നൽകില്ല. ഗുണഭോക്താക്കൾക്ക് വീട് കിട്ടിക്കഴിഞ്ഞാൽ നിലവിൽ താമസിക്കുന്ന വീട് സ്വന്തമായി പൊളിച്ചുമാറ്റി സ്ഥലം ഉപേക്ഷിക്കണം. 5 സെന്റിന് മുകളിൽ ഭൂമിയുണ്ടെങ്കിൽ വ്യവസ്ഥകൾക്ക് വിധേയമായി അവിടെ കൃഷി അനുവദിക്കും. നിർമ്മാണങ്ങൾ അനുവദിക്കില്ല. മറ്റു സ്ഥലങ്ങളിൽ ഹരിത കവചം വളർത്തും. എറിയാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ടി ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു.
എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, വൈസ് പ്രസിഡന്റ് പ്രസീന റാഫി, ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ മാജ P. ജോസ്, വിവിധ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ശ്രീനാരായണപുരം പഞ്ചായത്ത് തീരദേശത്ത് നടപ്പിലാക്കുന്ന പരിസ്ഥിതി സൗഹൃദ തീര സംരക്ഷണ പദ്ധതി സംസ്ഥാന സർക്കാർ മോഡൽ പദ്ധതിയായി പ്രഖ്യാപിക്കുമെന്നും സംസ്ഥാനത്താകെ നടപ്പിലാക്കുന്നതിനായി സർക്കാർ സാമ്പത്തിക സഹായം അനുവദിക്കുമെന്നും ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. തീരദേശത്തിന്റെ ആവാസ വ്യവസ്ഥകളെ നന്നായി പഠിച്ചു മനസ്സിലാക്കി ജൈവ സംരക്ഷണ പദ്ധതിക്ക് രൂപം കൊടുത്ത ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിനെ ആദ്യം തന്നെ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുക. ഇത് കേരളത്തിൽ മൊത്തത്തിൽ നടത്താൻ പോകുന്ന ഒരു മോഡൽ പ്രോജക്റ്റായി ഇവിടെ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പദ്ധതികൾക്കെല്ലാം അപ്പുറം തീരത്തിന്റെ സംരക്ഷണം ജൈവ സംരക്ഷണം തന്നെയാണ്. ഈ കടലിൽ കല്ലിടുക എന്നുള്ള ഈ പരിപാടി ഇത് അവസാനിപ്പിക്കാൻ എന്താ മാർഗം എന്നുള്ളത് ഗൗരവമായി തന്നെ നമ്മൾ പരിശോധിക്കേണ്ട പ്രശ്നമാണ്. മലമ്പ്രദേശത്തെ കല്ല് പൊട്ടിച്ച് കടലിൽ കൊണ്ടിടുക. ഇപ്പോൾ പഴയതുപോലെ വെയിറ്റുള്ള കല്ല് കിട്ടുന്നില്ല, വലിയ കല്ല് കിട്ടുന്നില്ല. അപ്പോൾ കൊച്ചു കല്ലാണ് കൊണ്ടിടുന്നത്. നല്ല ഒരു തിരയടിക്കുമ്പോൾ ആ കല്ല് പൂർണ്ണമായ ഭിത്തി തകരും. അപ്പോൾ കരിങ്കല്ല് കൊണ്ട് കടൽ ഭിത്തി കെട്ടി കേരളത്തെ സംരക്ഷിക്കാം, 590 കിലോമീറ്റർ സംരക്ഷിക്കാമെന്ന് പറയുന്നത് കാലം കഴിയും. അതുമാത്രമല്ല, കടലിലേക്ക് ഒരുപാട് ഹാർബറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, പോർട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഫിഷ് ലാൻഡിങ്ങിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം കൂടെ വന്നതോടുകൂടി ഈ കടലിന്റെ ആവാസ വ്യവസ്ഥയിൽ സന്തുലനാവസ്ഥയിൽ വല്ലാത്ത വ്യത്യാസം വരുന്നുണ്ട്. ഒരുപാട് പഠനങ്ങൾ നമ്മുടെ കടലുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. പഠനത്തിനൊരു കുറവുമില്ല, റിപ്പോർട്ടിനൊരു കുറവുമില്ല. ഈ 100 ദിവസത്തിനിടയിൽ ഞാൻ മന്ത്രിയായ ശേഷം ഒരു 150 റിപ്പോർട്ടിനെ കിട്ടിയിട്ടുണ്ട്. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ വേക്കോട് കടൽ തീരത്ത് നടപ്പിലാക്കുന്ന തീരദേശ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനത്തിനായി വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കടലിനോട് മനുഷ്യൻ കാണിക്കുന്ന ദ്രോഹത്തോടുള്ള സ്വാഭാവിക പ്രതികരണം മാത്രമാണ് കടൽക്ഷോഭം ഉൾപ്പെടെയുള്ള ദുരന്തങ്ങളെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. E.T. ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, വൈസ് പ്രസിഡന്റ് CC ജയ, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KS ജയ, ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മിനി പ്രദീപ്, PN നൌഷാദ്, പ്രകാശിനി, ഉഷ ശ്രീനിവാസൻ, സുബീഷ്, സെക്രട്ടറി KA അബ്ദുൽ ജലീൽ, ജയ്പാൽ, IK മോഹൻ, CR സോജൻ, NM ശ്യാംല, MR ജോഷി, A രതി തുടങ്ങിയവർ പങ്കെടുത്തു. ജനകീയ പങ്കാളിത്തത്തോടെ ശാസ്ത്രീയമായി വൃക്ഷത്തൈകൾ നട്ട് പരിപാലിക്കുകയും അതിലൂടെ നഷ്ടമായ ആവാസ വ്യവസ്ഥകളെ പുനഃസ്ഥാപിക്കുന്നതിനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, ഗവേഷകനായ ഡോക്ടർ അമിതാഭ് ബച്ചൻ എന്നിവരാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. സംസ്ഥാനത്തെ ആദ്യത്തെ പൊമ്പാനോ ഹാച്ചറിയായ അഴീക്കോട് പൊമ്പാനോ ഹാച്ചറി സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സന്ദർശിച്ചു. ഹാച്ചറിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ അദ്ദേഹം ഫിഷറീസ് മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്നും കടൽ മത്സ്യക്കുഞ്ഞുങ്ങളുടെയും വനാമി, ചെമ്മീൻ അടക്കമുള്ളവയുടെയും വിത്തുൽപാദനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പറഞ്ഞു. കടൽ, കായൽ ജലത്തിൽ ഒരുപോലെ വളർത്തിയെടുക്കാവുന്നതും കർഷകർ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നതുമായ മത്സ്യ ഇനമാണ് പൊമ്പാനോ. അഴീക്കോട് ചെമ്മീൻ വിത്തുൽപാദന കേന്ദ്രത്തിനോട് ചേർന്നുള്ള പൊമ്പാനോ ഹാച്ചറി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണത്തിന്റെ കേന്ദ്രത്തിന്റെ സാങ്കേതിക സഹായത്തോടെ 2.4 കോടി രൂപ ചിലവഴിച്ച് 2020 ഒക്ടോബർ 3-നാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. അത്യാധുനിക രീതിയിലുള്ള ലബോറട്ടറികളും ഇവിടെയുണ്ട്. വർഷത്തിൽ 50 ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന വിധമാണ് ഇതിന്റെ പ്രവർത്തനം. E.T. ടൈസൺ MLA, എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, വൈസ് പ്രസിഡന്റ് പ്രസീന റാഫി, ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ, ഫിഷറീസ് JD സാജു, ഫിഷറീസ് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ മാജ P. ജോസ്, പൊയ്യ ഹാച്ചറി DD മുജീബ് എന്നിവർ സന്ദർശക സംഘത്തിലുണ്ടായിരുന്നു. അഴീക്കോട് കടൽമാക്രിയുടെ ആക്രമണം, നിരവധി വള്ളങ്ങളുടെ വല നശിച്ചു, ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം. അഴീക്കോട് നിന്നും മത്സ്യബന്ധനത്തിന് പോയ 10ഓളം ഇൻബോർഡ് എഞ്ചിൻ വള്ളങ്ങൾക്കാണ് നാശനഷ്ടമുണ്ടായത്. കൂട്ടത്തോടെ കടൽമാക്രികൾ വന്ന് കയറിയതിനെ തുടർന്ന് വലകൾ ഉപയോഗശൂന്യമാവുകയായിരുന്നു. കടൽമാക്രികൾ വലകൾ കടിച്ചു മുറിച്ചതിനെ തുടർന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഓരോ വള്ളത്തിനും ഉണ്ടായിട്ടുള്ളത്. കൂളിമുട്ടത്ത് നിന്നും 25 തൊഴിലാളികൾ ചേർന്ന് വാങ്ങിയ പരിശ്രമം എന്ന വള്ളത്തിലെ വല നശിച്ചതിനെ തുടർന്ന് 9 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായി. മറ്റ് വള്ളങ്ങൾക്കും സമാനമായ വിധത്തിൽ നഷ്ടമുണ്ടായിട്ടുണ്ട്. അപ്രതീക്ഷിതമായുണ്ടായ കടൽമാക്രികളുടെ ആക്രമണം പരമ്പരാഗത മത്സ്യബന്ധന മേഖലയെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അഴീക്കോട് ജെട്ടി, മാർത്തോമ, പേ ബസാർ, ലൈറ്റ് ഹൌസ് തുടങ്ങിയ പ്രദേശങ്ങളിൽ വള്ളം അടുപ്പിച്ച് വല അറ്റകുറ്റപ്പണി നടത്തുകയാണ് തൊഴിലാളികൾ. പൊതുവെ മത്സ്യക്ഷാമം അനുഭവപ്പെടുന്ന സമയത്ത് വലയിൽ വീണ മീനുകൾ പോലും കടൽമാക്രികൾ മൂലം നഷ്ടപ്പെട്ടതായി തൊഴിലാളികൾ പറയുന്നു.
കേരളത്തിൽ ഭക്ഷണത്തിനായി ഉപയോഗിക്കാത്ത കടൽ ജീവികളാണ് മാക്രി. ഇവയ്ക്ക് പല്ലുകളില്ല. താടി ഉപയോഗിച്ചാണ് വലകൾ കടിച്ചു മുറിക്കുന്നത്. മോത, സ്രാവ്, ഏട്ട തുടങ്ങിയ മീനുകളുടെ ഭക്ഷണമാണ് മാക്രികൾ. ഇത്തരം മീനുകൾ വൻതോതിൽ കുറഞ്ഞതും മാക്രികൾ വലിയ രീതിയിൽ പെരുകുന്നതിന് കാരണമായതായി പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. കുട്ടികളുടെ കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി സമഗ്ര ശിക്ഷ കേരള സംഘടിപ്പിച്ച മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനദാനം നടത്തി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ഉദ്ഘാടനം ചെയ്തു. ഉൾപ്പെടെ ഒരു മത്സരം സംഘടിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാൻ തിരഞ്ഞെടുത്ത ഒരു വേദി കൂടിയാണ്. അതോടൊപ്പം തന്നെ ടാലന്റ് ക്ലബ് എന്ന രീതിയിൽ കുട്ടികളുടെ സർഗ്ഗവാസനകളെ പരിശീലിപ്പിക്കാനും കണ്ടെത്താനും കഴിയുന്ന രീതിയിലേക്ക് ക്ലബും വ്യാസവും ഉദ്ഘാടനം ചെയ്യുന്ന 2 പരിപാടിയാണ് ഈ വേദിയിൽ നടക്കുന്നത്. ഏറ്റവും അഭിനന്ദനം അറിയിക്കുന്നത് കാര്യം തന്നെയാണ്. അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ തന്നെ വീട്ടിലിരുന്നുകൊണ്ട് വീടൊരു വിദ്യാലയമായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കുട്ടികളുടെ പഠനവും മറ്റു കഴിവുകളും മുരടിക്കുന്ന രീതിയിലേക്ക് വരരുത് എന്ന് ഗവൺമെന്റും സമൂഹവും അധ്യാപകരും ഏറ്റെടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നത്. അതിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ അധ്യാപകർ സഹിക്കുന്നുണ്ട്. കുട്ടികളെ ഓൺലൈൻ പഠിപ്പിക്കാനായിട്ട് രക്ഷിതാക്കൾ ഉൾക്കൊണ്ടേണ്ട്. ഇതിനേക്കാൾ ഉപരിയാണ് കുട്ടികളുടെ മാനസികമായ അവസ്ഥ. കാരണം അടച്ചിട്ട റൂമിൽ മൊബൈലിൽ നോക്കിയിരുന്ന ഒരു സമയത്ത് മൊബൈൽ കൊടുക്കരുതെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുട്ടികൾക്ക് മൊബൈൽ എത്തിച്ചു കൊടുക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ കുട്ടികൾ പഠിക്കുമ്പോൾ മാനസികമായിട്ട് നല്ല വിഷമമുണ്ട്. ഇതിനകത്തിലേക്കൊന്നും പോകുന്നില്ല. അതിനെ നമ്മൾ പരിഗണിക്കുന്ന രീതിയിലേക്ക് സമൂഹം ഏറ്റെടുത്തിട്ടുണ്ട്. മതിലകം VPC PM മോഹൻരാജ് അധ്യക്ഷനായി. കൊടുങ്ങല്ലൂർ AEO MB ദിനകരൻ മുഖ്യാതിഥിയായി. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂൾ പ്രധാനാധ്യാപിക TA രാജശ്രീ, BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ KA ബബിലു, KR രമ്യ, EK സീന എന്നിവർ സംസാരിച്ചു. തുടർന്ന് കതിരാട്ടം നാടൻ കലാവേദി കലാകാരൻ അയ്യപ്പദാസ് നാടൻപാട്ട് അവതരിപ്പിച്ചു. മുസ്ലിം ലീഗ് നേതാവും സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ നേതൃത്വം വഹിച്ചിരുന്നതുമായ PM അബ്ദു ഹാജിയുടെ നിര്യാണത്തിൽ എടത്തിരുത്തി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുശോചന യോഗം സംഘടിപ്പിച്ചു. എന്തായാലും ഞാൻ സ്ഥലത്തില്ലാതിരുന്നത് ഇന്നലെ എല്ലാ ദിവസവും ബഷീറിനോട് ഞാൻ വിളിച്ച് അന്വേഷിക്കാറുണ്ട്. അപ്പോൾ ബഷീർ അതിനിടയിൽ ബാംഗ്ലൂർ പോയി മകൻ്റെ അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഇന്നലെ സ്ഥലത്ത് തിരിച്ചു വരാനും ആ അബ്ദുക്കാടെ കബറിൽ ഒരു 3 മണ്ണ് വാരിയിട്ട് അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കാനും കഴിഞ്ഞത് അത് മനസ്സിൻ്റെ നമ്മളൊക്കെ പറയുന്ന പോലെ നിമിത്തമായിട്ട് തന്നെ ഞാനതിനെ കണക്കാക്കുകയാണ്. ആ കുടുംബമായിട്ട് വളരെ അടുത്ത ഒരു സൗഹൃദമുള്ള അതിൽ ആ കുടുംബത്തിലൊരു അംഗത്തിനെ പോലെ കഴിയുന്ന ഒരാളായിരുന്നു, അല്ലെങ്കിൽ ആളാണ് ഞാൻ ഇപ്പോൾ. അപ്പോൾ അബ്ദുക്കാടെ പ്രവർത്തനങ്ങൾ നമുക്കെല്ലാവരും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചാമക്കാലയുടെ ചരിത്രം ഉണ്ടെങ്കിൽ ആ ചരിത്രത്തിൽ ഞാൻ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കുറിച്ച പോലെ ചരിത്രത്തിലെ പൊൻതൂവലിനാൽ എഴുതപ്പെടേണ്ട ഒരു ചരിത്രമാണ് അബ്ദുക്കാടെ ജീവിതം. അത് ഞാൻ ചാമക്കാലയുടെ കാര്യങ്ങൾ 1-2 പുസ്തകങ്ങൾ എഴുതിയപ്പോൾ തന്നെ അബ്ദുഖാനെ സനാലിഖാനെ കുറിച്ച്, കാരണം അവരില്ലാതെ ചാമക്കാലയുടെ ഒരു ചരിത്രം പൂർണ്ണമാവില്ല. അതാണ് നമ്മുടെ നാട്ടിന് വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുള്ള. അബ്ദുഖാട ആ വെള്ളഷർട്ടും വെള്ളമുണ്ടും പോലെ തന്നെ ഒരു വെളുത്ത മനസ്സിൻ്റെയും ഉടമസ്ഥനായിരുന്നു അബ്ദുഖ. എന്നും ഒരു പൊതുപരിപാടികളിലൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യാത്ര പോകുമ്പോൾ തിരുവനന്തപുരത്തൊക്കെ ഒരുപാട് തവണ യാത്ര പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം പണം എടുത്തിട്ട് അദ്ദേഹം പൊതുകാര്യങ്ങൾക്ക് ചെലവാക്കുന്ന ഒരാളാണ്. അതിൽ എന്ത് ലാഭേച്ഛ കിട്ടുന്നോ അതുകാരം ഇതുവരെ ആലോചിച്ചിട്ടില്ല. മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് PK മുഹമ്മദ് അലി ഹാജി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് കയ്പമംഗലം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി PK ഹംസ, യൂത്ത് ലീഗ് കയ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് സലീം പുറക്കുളം, മുസ്ലിം ലീഗ് കയ്പമംഗലം നിയോജക മണ്ഡലം ട്രഷറർ TK ഉബൈദു, സെക്രട്ടറി BK ഷംസുദ്ദീൻ, കലാ സാംസ്കാരിക പ്രവർത്തകൻ ഷൈജൻ ശ്രീവത്സം, കോൺഗ്രസ് ചന്ദ്രാപ്പനി മണ്ഡലം പ്രസിഡന്റ് MU ഉമറുൽ ഫാറൂഖ്, ചാമക്കാല മഹല മുൻ സെക്രട്ടറി MCK ഇബ്രാഹിംകുട്ടി, CPM ലോക്കൽ കമ്മിറ്റി അംഗം TN അജയ്കുമാർ, CPI ലോക്കൽ കമ്മിറ്റി അംഗം CB അബ്ദുസമദ്, PDP പ്രതിനിധി അബ്ബാസ്, BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പുഷ്കരൻ തേവർക്കാട്ടിൽ, വാർഡ് മെമ്പർ KS അനിൽകുമാർ, യൂത്ത് ലീഗ് ചാമക്കാല ശാഖ പ്രസിഡന്റ് PR ഷിറാസ്, മുസ്ലിം ലീഗ് ചാമക്കാല ശാഖ ജനറൽ സെക്രട്ടറി PM മൊയ്തു, പ്രവാസി ലീഗ് കയ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് PM നൌഷാദ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാർ ഫിഷറീസ് വകുപ്പ് വഴി നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. കീടനാശിനികളൊന്നും ചേർക്കാത്ത നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, അതോടെ നമ്മുടെ ആരോഗ്യം
നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാവരെയും ഈ കൃഷിയിലേക്ക് കൊണ്ടുവരുന്നത്. അതിന് സർക്കാർ ഒരു എല്ലാവർക്കും എല്ലാ കൃഷിയുടെ പേരിലും എല്ലാ ഇതിലും സബ്സിഡിയോടുകൂടി ഇത്രയേറെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അതിൽ ഇന്ന് നമ്മുടെ പെരിഞ്ഞനം പഞ്ചായത്തിൽ 214 കർഷകർക്കാണ് ഇന്നിവിടെ കൊടുക്കുന്നത്. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KA കരീം, പെരിഞ്ഞനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സായിദ മുത്തുക്കോയ തങ്ങൾ, എക്വാകൾച്ചർ പ്രൊമോട്ടർമാരായ MP കൃഷ്ണപ്രസാദ്, രജിത രേഷ്മ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. 242 ഗുണഭോക്താക്കൾക്കായി 32,680 കാർപ്പിനത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്തത്. അത്യാധുനിക സൗകര്യങ്ങളോടെ ഐ ഡെന്റിസ്റ്റ് ഫാമിലി ഡെന്റൽ കെയർ മതിലകത്ത് പ്രവർത്തനം ആരംഭിച്ചു. മതിലകം പോലീസ് സ്റ്റേഷന് എതിർവശം PB സെന്റർ ബിൽഡിംഗിൽ ആരംഭിച്ച ഐ ഡെന്റിസ്റ്റ് ഫാമിലി ഡെന്റൽ കെയർ ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, SNDP യോഗം ഡയറക്ടർ KK ബിനു, PK ഫസൽ, ഹമീദ് തുടങ്ങിയവർ പങ്കെടുത്തു. റൂട്ട് കനാൽ ചികിത്സ, എല്ലിൽ കുടുങ്ങിക്കിടക്കുന്ന പല്ലെടുത്തു മാറ്റൽ, പല്ല് കെട്ടൽ, പല്ലിന് ക്യാപ്പിടുന്ന ചികിത്സ, പല്ലിന് നിറം നൽകുന്ന ബ്ലീച്ചിംഗ് തുടങ്ങി എല്ലാത്തര ഡെന്റൽ ട്രീറ്റ്മെന്റുകളും ഇവിടെ ലഭ്യമാണെന്ന് ഡോക്ടർ ചിഞ്ചു പറഞ്ഞു. ഞങ്ങളിപ്പോൾ മതിലകത്തൊരു പുതിയ സ്ഥാപനം, ഒരു ഡെന്റൽ ക്ലിനിക്ക് ഐ ഡെന്റിസ്റ്റ് ഇന്ന് തുറന്ന് പ്രവർത്തിക്കുകയാണ്. എല്ലാതരം ഡെന്റൽ ട്രീറ്റ്മെൻറ്റ്സും ഇൻക്ലൂഡിങ് സർജിക്കലി നമ്മൾ എല്ലിൻ്റെ ഉള്ളിലുള്ള പല്ല് എടുക്കൽ, പിന്നെ പല്ല് കെട്ടൽ, റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്, ബ്രിഡ്ജ്, ക്രൗൺ, എല്ലാത്തരം എല്ലാ ഡെന്റൽ ട്രീറ്റ്മെൻറ്റും ദന്തൽ ആവശ്യങ്ങൾക്കും ദന്തൽ എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വിസിറ്റിംഗ് ആയിട്ട് വന്നു പോകുന്ന ഡോക്ടേഴ്സ് 2 പേരുണ്ട്. അത് പല്ല് കമ്പിയിടുന്നതിന് വേണ്ടി, പിന്നെ റൂട്ട് കനാൽ ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ എല്ലാവർക്കും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വളരെ റീസണബിളായിട്ടുള്ള റേറ്റിൽ നല്ല ക്വാളിറ്റി ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഉറപ്പ് നൽകുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 7 വരെയാണ് പ്രവർത്തന സമയം. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ്, കയ്പമംഗലം, കാളമുറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചന്ദ്രാപ്പനി ചാമക്കാല ബീച്ചിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് തൊഴിലാളി മരിച്ചു. തീരം തേടിയ സ്വപ്നങ്ങൾക്ക് ഒടുവിൽ സാക്ഷാത്കാരം. പുനർഗേഹം പദ്ധതിയിലൂടെ 53 വീടുകൾ പൂർത്തിയായി. ശ്രീനാരായണപുരം പഞ്ചായത്ത് തീരദേശത്ത് നടപ്പിലാക്കുന്ന പരിസ്ഥിതി സൗഹൃദ തീരസംരക്ഷണ പദ്ധതി സംസ്ഥാന സർക്കാർ മോഡൽ പദ്ധതിയായി പ്രഖ്യാപിക്കുമെന്നും സംസ്ഥാനത്താകെ നടപ്പാക്കുന്നതിനായി സർക്കാർ സാമ്പത്തിക സഹായം അനുവദിക്കുമെന്നും ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.